RCB-ക്കാരെ കളിയാക്കാൻ പാടില്ല എന്നാണ്. കാരണം ഒക്കെ ഹൃദയം തകർന്നിരിക്കുകയാണല്ലോ. എന്നാലും ചോദിച്ചാണ് ഔട്ടായാണ്ട് കയറി പോയിക്കോട്ടെ. അവിടെയുള്ള അമ്പയർമാരെ മൊത്തം കയറി വിളിച്ചിട്ട് കയറി പോകേണ്ട വല്ല കാര്യമുണ്ടാ? ഔട്ടാന്ന് പറഞ്ഞാൽ ഔട്ടായി, വേറെ വർത്താനില്ല. ആ ബോള് വരുന്ന കോലം കണ്ടില്ലേ, നെഞ്ചത്തൊക്കെ വന്നു, അപ്പൊ ഡിഫെൻഡ് ചെയ്തു, അങ്ങനെ ഔട്ടായതല്ല. അപ്പൊ നമ്മളത് നോ ബോളാണെന്ന് കരുതിയാണ്ട് അങ്ങനെ നോക്കും. അല്ല, ടെക്നോളജിയൊക്കെ വെച്ച് നോക്കണ കാര്യല്ലേ. ക്രീസിലല്ലല്ലോ നിക്കണ, പുറത്തിറങ്ങി നിക്കല്ലേ. ബോള് ഡിപ്പും ചെയ്ത് ഇങ്ങനെ വരികയാണ്. അവിടെ തന്നെ നിന്നില്ലെങ്കിൽ അത് ബേസിൽ താഴെയാണ്. ഗ്രീസിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട്, ഗ്രീസിൽ പുറത്തിറങ്ങി അടിക്കുന്ന ആൾക്കാരുണ്ട്. പുറത്തിറങ്ങി അടിക്കുമ്പോ ബോൾ ഡിപ്പും ചെയ്യും. അപ്പൊ അമ്പയർ ഇതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കണെന്നുള്ള ബോധം വേണ്ടേ. ഇതൊക്കെ വെറുതെ അമ്പയർ ഇട്ട് കച്ച നല്ല രീതിയിൽ കളിച്ചു വന്ന ഒരാളെ നെഞ്ചത്ത് കറിഞ്ഞ ഉണ്ടാക്കി. അത്ര ഞങ്ങളെ കരുതണുള്ളൂ, അത്ര ഞങ്ങൾ അങ്ങനെയൊക്കെ കാണുള്ളൂ. അത് ടെക്നോളജി ഒക്കെ വെച്ച് നോക്കിയതാണ്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ മറ്റേ ക്യാച്ച് ഞങ്ങളൊരു കച്ചറ ഉണ്ടാക്കിയില്ലല്ലോ. മറ്റേ ഫിൽസാൾട്ട് എടുത്ത ലാസ്റ്റത്തെ ക്യാച്ച്, അത് ഒരു ആംഗിൾ മറ്റേ ആംഗിൾ നോക്കുമ്പോൾ ബ്ലറാണ്. അതുകൊണ്ട് പിന്നെ അത് ഔട്ടല്ല. അതിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളൊരു 4 6 ആക്കി കൂട്ടണല്ലോ. അത് അമ്പയർക്ക് ഒരു കോൺട്രവേഴ്സി ഇല്ല. അമ്പയറും കൂടി തേർഡ് അമ്പയറും കൂടി കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ പറഞ്ഞു, നിങ്ങൾ മറ്റേ പറഞ്ഞു സുനിൽ നാരായണന്റെ നോബോൾ അല്ലേ എന്നൊക്കെ. അതൊന്നും ഇല്ല. ലാംബ്രോറിനെ ഔട്ടാക്കിയത് നോബോളാണ്. അത് അപ്പൊ പറയണം. ഇത് വെറുതെ കച്ചറ ഉണ്ടാക്കുക. തോറ്റാ സമ്മതിച്ച മൊത്തത്തിൽ എങ്ങനെയൊക്കെയാണ് ജയിച്ചു. നിങ്ങള് അവരുടെയും സഹായം കൊണ്ട് അങ്ങനെയൊക്കെ ജയിച്ചു. അല്ലാതെ ഒരു റണ്ണിനെ ജയിച്ചു ആരും സഹായം. ഈ ഒരു വീരവാദം ഒരു റണ്ണിന് ജയിച്ചു കണ്ടാണ് കരൺ ശർമ്മ കണ്ണും പൂട്ടി അടിച്ചിട്ട് അടിച്ചല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ സ്റ്റാർക്കിന് ഇന്നലെ എത്ര കിട്ടി? അല്ല, കരൺ ശർമ്മ കണ്ണും പൂട്ടി അടിച്ചല്ലേ. ഇങ്ങക്ക് തന്നെ കരൺ ശർമ്മനെ വിശ്വാസമില്ല. ഇങ്ങക്ക് തന്നെ ലോട്ടറിയാണ്. കാരണം DK ഓടുന്നില്ല. DK ഓടാത്ത എന്താ ഏറുന്നത് സ്റ്റാർക്കല്ലേ. ആയിക്കോട്ടെ, 25 കോടിന്റെ മുതലല്ലേ. കളി ഏൽപ്പിച്ചില്ലേ. എത്ര 50 ആണ് മൂപ്പര്. വിഷയല്ലാന്ന്. സ്റ്റാർക്ക് ആവുമ്പോ നല്ലോണം വാങ്ങി കൂട്ടിയാണ്. അത് ഇപ്പൊ നിങ്ങളെ സിറാജിന് എത്ര കുറവാ? ഞങ്ങള് സിറാജ് വലിയ ബോളറല്ലേ. ഇത്ര ഇതൊന്നുമില്ല. 25 കോടിന്റെ മുതലൊന്നുമല്ലല്ലോ. 25 കോടി എന്നൊക്കെ പറയുമ്പോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ബൗളർ ചെണ്ടയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആടി കിട്ടുന്ന ആളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെ ബൗളർമാർ ഇപ്പൊ ആരാ അതല്ലാത്ത? ഞങ്ങളെ ബൗളർമാരെന്നാൽ 25 കോടിന്റെ മുതലൊന്നുമല്ലേ. അതാണ് വ്യത്യാസം. ഞാനത് നാളെ നിങ്ങളോട് പറഞ്ഞേക്കണേ. ഞങ്ങളെ ചാടിക്കറി സ്റ്റാർക്ക് പറഞ്ഞപ്പോ 25 കോടി ഞങ്ങൾ വിളിച്ചല്ല, എല്ലാരും ഇങ്ങനെ വിളിച്ച് 25 ആയതല്ലേ. ഞങ്ങൾ മാത്രല്ല 25 കോടിന്റെ ഉത്തരവാദികൾ, എല്ലാരും കൂടി ഉത്തരവാദികളാണ്. ഇന്നലത്തെ കളിയില് എന്നിട്ട് ആകെ പേടിപ്പിച്ച ആളാരാണ്? മൂപ്പരല്ലേ. എങ്ങനൊക്കെ ഒരു റണ്ണിന് വായും കൊണ്ട് ലാസ്റ്റ് കഴിച്ചിലായി. RCB എന്ന് പറഞ്ഞാല് എല്ലാവർക്കും 2 പോയിന്റ് 2 പോയിന്റ് അറിയിക്കണം. നിങ്ങളെ തോറ്റു എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ വലിയ വിജയം ജയിച്ച മാതിരിയാണല്ലോ. അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. ഞങ്ങളിപ്പോ എവിടെ നിൽക്കുന്നത്? നിങ്ങളെ എവിടെയെങ്കിലും നിങ്ങളെവിടെ നിൽക്കുന്നത്? അതിനൊന്നും കൂടെ പ്രസക്തി നിങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് ഇനി പ്ലേ ഓഫ് ഇല്ലല്ലോ. ഞങ്ങളെ കാൽക്കുലേറ്ററൊക്കെ വിറ്റ് ഇനി വേണ്ട ഈ സാല എന്നുള്ള അടുത്ത സാല എന്നൊക്കെ ആക്കണേ ഞങ്ങൾക്ക് എല്ലാ കൊല്ലം പറഞ്ഞാലേ അങ്ങനെയാണ്. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ നിങ്ങളിപ്പോ എന്തോ വലിയ സംഭവമായാണ് ഈ കളി കൊണ്ടെടുക്കുന്നത്. ഞാൻ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ RCB ഫാൻസ് ഇതൊക്കെ എങ്ങനെ സഹിക്കണേ?